ഹലോ, നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ കുടുംബത്തിലേ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, വിഷയങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമൊന്നുമല്ല. എന്തോ ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വിഷയങ്ങളോ ആയിക്കോട്ടെ, ആ പേർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചിട്ടോ ഒക്കെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അതിപ്പോൾ അടുത്ത ബന്ധത്തിൽ പെട്ട ആളുകളായിക്കോട്ടെ, അകന്ന ബന്ധത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, കുടുംബത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമായിരിക്കാം. ഇപ്പോഴും കുടുംബത്തിലുള്ള ആളുകൾ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയും, ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു, പുരോഗതി ഉണ്ടായിട്ടുണ്ട്, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഇപ്പം നാട്ടുകാർക്കും കൂടിയിട്ട് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ആക്ച്വലി ഉണ്ട്, തുറന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ആളുകളൊക്കെ. ഈ സോഷ്യൽ മീഡിയയും കൂടി വന്ന സമയത്തെ ഫാമിലി വ്ളോഗ് കാറ്റഗറി, ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ നീറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് മറ്റ് കുറേ ചാനൽസൊക്കെ ഉണ്ട്, പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അവർ കുടുംബത്തിലുള്ള എല്ലാ വിഷയങ്ങളും പുറത്തേക്ക് പറയും. കുടുംബത്തിൽ നടക്കുന്ന അടിയും പിടിയും വഴക്കും ആയിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം പബ്ലിക്കിലേക്ക് അങ്ങ് വിടും. അപ്പോൾ എന്താവും, നാട്ടുകാർ കയറിയിട്ടും കൂടിയിട്ട് അഭിപ്രായം പറയും. കുടുംബത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതിനെക്കാട്ടിലുപരി കുടുംബം വിട്ട് നാട്ടുകാരെ കൊണ്ടും അഭിപ്രായം പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയും കുറ്റപ്പെടുത്തുന്നില്ല, നാട്ടുകാരെയും കുറ്റപ്പെടുത്തുന്നില്ല. സംഗതി നാട്ടുകാർ കണ്ണി കണ്ട ആൾക്കാരുടെ കാര്യത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. വൃത്തികെട്ട പണി തന്നെയാണെന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയത്തുള്ളൂ. പക്ഷേ നാട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ആരാ? അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ്? ആക്ച്വലി ഇവരൊക്കെ തന്നെയാണ്, ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ നാട്ടുകാർ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബട്ട് ഇങ്ങനെയുള്ള സാഹചര്യം ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് സീരിയസ്ലി. ഓഫ് കോഴ്സ് ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ പൈസ കിട്ടുന്ന പരിപാടിയാണ് വ്ളോഗ്. അതിപ്പോൾ കുടുംബത്തിലുള്ള എന്ത് കാര്യം പുറത്ത് വിട്ടിട്ട് നാട്ടുകാർ ചീത്ത വിളിച്ചാലും അഭിപ്രായം പറഞ്ഞാലും വിഷയമില്ല എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ് പലരും വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവരെയും എനിക്കറിയില്ല, കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ആക്ച്വലി ഉള്ളത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പ്രഗ്നൻസി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടും ചെയ്യും, എല്ലാം ചെയ്യും. കുട്ടികൾ ഉണ്ടാവുന്നതും, കുട്ടികൾ അതായത് പ്രഗ്നൻ്റ് ആവുന്നു, കുട്ടികൾ ഉണ്ടാവുന്നവരെ ഒരു വ്ളോഗ്, കുട്ടി ഉണ്ടായതിന് ശേഷം പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്ളോഗുകളൊക്കെ വിടുകയാണ്. അപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അഭിപ്രായങ്ങൾ. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവരുണ്ടാക്കി കൊടുക്കണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയ ടീം, എന്താണ് അവരുടെ പേര്, ഞാൻ ഇപ്പോഴാണ് അവരെ കാണുന്നത്. എന്താണ്, ദേവിക നമ്പ്യാർ ആൻഡ് എന്താണ് വിജയ് മാധവ് അല്ലേ? അവർക്ക് കുട്ടി എന്തോ ഉണ്ടായി. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, അവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേര് എന്താണ്, ആത്മജ, ആൺകുട്ടിയാണ്, ആത്മജ എന്ന് പേരിട്ടു. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഓം പരമാത്മ, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ രണ്ടും നല്ല ഗംഭീര പേരായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊന്നും പറയുന്നില്ല, കാര്യം അവരുടെ കുട്ടി, അവരെന്തോ കുട്ടികൾക്ക് അങ്ങനെ പേരിട്ടു. ഓഫ് കോഴ്സ് ഇവർ സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അറിയാലോ, അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് ഒരു പേരിടുന്ന സമയത്ത്, ഇതിപ്പോൾ മോശം പേരെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അതിപ്പോൾ നമ്മൾ നോർമലായിട്ട് ആളുകൾക്ക് ഇടുന്ന പേരുകൾ ഇടുന്ന സമയത്ത് തന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ആ പേരിനെ ഉൾട്ടടിച്ചിട്ട് കളിയാക്കുന്ന പിള്ളേരൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും കൂടിയും പേരിടുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർ വളർന്ന് വലുതാവുന്ന സമയത്ത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെ ആ പേരും പറഞ്ഞ് കളിയാക്കുക, ബുള്ളിങ്, ടോർച്ചറിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അത് ഒരു പരമമായ സത്യം തന്നെയാണ്, നമുക്ക് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല. ബട്ട് ഇതിൻ്റെ അകത്ത് അവരുടെ കുട്ടികളാണ്, അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കാര്യമാണ്. അതിൽ കയറി നമ്മൾ തലയിട്ടിട്ട് നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരെ റോസ്റ്റ് ചെയ്യാനും ട്രോൾ ചെയ്യാനും ചീത്ത വിളിക്കാനും നിന്നിട്ട് യാതൊരു കാര്യമില്ല. അതൊരു ഫൂളിഷ്നെസ്സാണ്. അതിലൊന്നും നമ്മൾ കയറി ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. അവരുടെ കുട്ടി എന്താണ്, അവർ അങ്ങനെ പേരിടുന്നു, ദാറ്റ്സ് ഇറ്റ്. എന്തോ ചെയ്യട്ടെ. അത് ഇപ്പോൾ കുട്ടിക്ക് ചീത്ത കേൾക്കേണ്ടി, ഭാവിയിൽ ട്രോള് കേൾക്കേണ്ടി വന്നാലും ബുള്ളിങ് ഉണ്ടാവേണ്ടി വന്നു കഴിഞ്ഞാലും ഒക്കെ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് അവർ ചെയ്യേണ്ടി വരും. പിന്നെ കുട്ടി കുറച്ചൊന്ന് വലുതായി പ്രായപൂർത്തിയൊക്കെ ആവുന്ന സമയത്ത് അതിന് പേര് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റിക്കോളും. അപ്പോൾ അതൊക്കെ അവരുടെ പാരൻസിൻ്റെയും പിന്നെ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്തൊക്കെ അവരുടെ കൺസേണും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയി അങ്ങ് മാറിക്കോളും. ഇതിൽ ഈ അവർ പബ്ലിക്കിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കയ്യിൽ കയറിയിട്ട് നിങ്ങളത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്നതിൽ നമ്മുടെ സമയവും എനർജിയും വേസ്റ്റ് എന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവിടെ പോയിട്ട് വിമർശിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പേരിൽ അവരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അവർക്ക് എന്താ അറിയാത്ത കാര്യമാണ്. ഓഫ് കോഴ്സ് ഈ ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ ഫാമിലി വ്ളോഗാണ് എന്താണെന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും
ഇവർക്ക് എന്താണ്, ഇവർക്കത് മുമ്പേ അറിയാം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയായിരിക്കും. പിന്നെ ഇവരിങ്ങനെ ചെയ്തു പോകണു, വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അങ്ങ് ചെയ്തങ്ങ് പോകുന്നു. ആൾക്കാർ തെറി വിളിച്ചാലും തെറി വിളിച്ചില്ലെങ്കിലും സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്യാതിരുന്നാലും അവർക്ക് ലൈക്ക് കൊടുത്താലും ലൈക്ക് കൊടുത്തില്ലെങ്കിലും എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാർ അവിടെ കയറിയിട്ട് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും എതിർക്കാനാണെങ്കിലും അവിടെ കയറിയിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. സോ അതിലൂടെ അവർക്ക് പൈസ കിട്ടുന്നു, അവർ മുമ്പോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇവരുടെ എന്നല്ല എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ കാണാതിരിക്കുക, അവിടെ പോയി കമൻ്റ് ഇടാതിരിക്കുക, അവിടെ കയറി അഭിപ്രായം പറയാതിരിക്കുകയൊക്കെ നിങ്ങളുടെ കാര്യം. ബട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ആ കുട്ടികളുടെ പേര് മാറ്റാനോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇങ്ങനെ പറഞ്ഞതല്ലേ അതങ്ങോട്ട് ഞങ്ങൾ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അവർ ഡിസിഷൻ മാറ്റാനോ ഒന്നും പോകുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വെറുതെ പോയി പറഞ്ഞിട്ട് അവർക്ക് എൻഗേജ്മെൻറ്റും പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അവരിതൊന്നും മാറ്റാനൊന്നും പോകുന്നില്ല, അവരിങ്ങനെ തന്നെ ആക്ച്വലി പോവും. അത്രേ ഉള്ളൂ. ഇത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ എന്തിനാ അങ്ങനെ അതിലൊന്നും കയറിയിട്ട് വരേണ്ട ആവശ്യമില്ല, കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. ടൈം വേസ്റ്റാണ്. അതുകൊണ്ട് പറയുന്നതാണ്. അല്ലാണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. താല്പര്യമില്ല, സപ്പോർട്ട് ചെയ്യാനും കാണുന്ന പോലും ഇല്ല. പിന്നെ എന്ത് സപ്പോർട്ട്? ഇതിപ്പോൾ ഈ പേരിൻ്റെ പേരിൽ കുറേ ട്രോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടതുകൊണ്ട് അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതെങ്ങനെ സംസാരിക്കാൻ തോന്നിയപ്പോൾ സംസാരിക്കണമെന്ന് മാത്രം. വെറുതെ അവിടെ പോയിട്ട് അവരുടെ കുട്ടികളെ നിങ്ങൾ എന്തിനിങ്ങനെ പേരിട്ട് അങ്ങനെ അത് എന്ന് പറഞ്ഞിട്ട് കൺസേൺഡ് ആയിട്ട് അവിടെ പോയി വെള്ളം വയ്ക്കാനോ ചീത്ത വിളിക്കാനോ അതൊന്നും നിൽക്കണ്ട. അത് അവർ കേൾക്കാനും പോണില്ല, മാറ്റാനും പോണില്ല. അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞാൽ അവർ പോവുക. അപ്പോൾ നിങ്ങളും അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞാൽ നിങ്ങളും അതങ്ങോട്ട് വിടുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പരമാത്മാവോ പത്മജയോ എന്തോ ആയിക്കോട്ടെ, ഇവർ ഇട്ടു നല്ല പേരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുക. ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. ഇതിൽ കയറി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് സ്നേഹം കൊണ്ടായിരിക്കും, ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഓഡിയൻസ് അങ്ങനെ പേരുകളിട്ട സമയത്ത് അതിൽ കയറിയിട്ട് അഭിപ്രായം പറഞ്ഞത്. അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല കേട്ടോ. കുട്ടികളാണ്, പാവം തോന്നും, അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ പാവം തോന്നുന്നു ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അങ്ങനെ പാവം തോന്നിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയിൽ അവരുടെ ആ പേരുമായി ബന്ധപ്പെട്ട് അവർക്ക് ചീത്ത വിളി കേൾക്കും എന്നുള്ളതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത കൺസേൺ ഇവിടെ നമ്മളിരുന്ന് ആ കൺസേൺ കൊണ്ടിരുന്നിട്ട് അവിടെ അഭിപ്രായപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ പ്രാക്ടിക്കലി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. സോ ലീവ് ഇറ്റ്, അവരെന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അതാണ് ഉത്തമം, അതാണ് ഉത്തമമായ കാര്യം. പിന്നെ ആരും പോയി ചീത്ത ഒന്നും വിളിക്കരുതിട്ട. എന്തിന് ചീത്ത വിളിക്കണേ? എന്തെങ്കിലും കാണിക്കട്ടെ, ചീത്ത വിളിക്കാതിരിക്കുക ഒന്ന്. അങ്ങനെ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് അവരെന്തോ കമൻറ്റ് റിയാക്ഷൻ എന്നോ എന്തോ പറഞ്ഞിട്ട് എന്തോ ഇട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവരെ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ പലതരത്തിൽ അവരെ വിമർശിച്ചിട്ടുണ്ട്. സോ ആ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ ആയിട്ടാണെന്ന് തോന്നുന്നു അവർ വീഡിയോ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരോടും പറയാനുള്ളത്, അതായത് ഈ പറഞ്ഞ വിജയ് മാധവ്, ദേവിക നമ്പ്യാറിലെ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വ്ളോഗ് ഇട്ടു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നു, എന്താ പറയുക, നിങ്ങൾക്ക് കുട്ടികളുണ്ടായി, കുട്ടികൾക്ക് നിങ്ങൾ പേരിട്ടു, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അതിൽ അഭിപ്രായം പറയും, അതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. അത് നിങ്ങൾ അതിനെയൊക്കെ ഗവനിച്ചിട്ട് കമൻറ്റിന് റിപ്ലൈ എന്നുള്ള രീതിയിൽ കൊടുക്കാനൊക്കെ നിന്ന് നിങ്ങളും സമയം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണ്. ബട്ട് എന്തിനാത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ആൾക്കാരുടെ കമൻറ്റും നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് നടക്കുമോ? അപ്പോൾ ഈ കമൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ അത് കാണാനും ആൾക്കാരവിടെ ഓടി ചെന്നുണ്ട്. എന്ത് കാര്യത്തിന്? ഇപ്പം ഞാനിപ്പോൾ ഈ കണ്ടൻറ്റ് ചെയ്യണം, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഞാൻ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഈ സംഭവം ഇരുന്ന് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യാനും പിടിക്കാനും ഒന്നും ഞാൻ നിൽക്കത്തില്ല. പക്ഷേ ഞാൻ പ്രേക്ഷകരെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പ്രേക്ഷകൻ്റെ ഭാഗത്ത് നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചീത്തയും വിളിക്കാൻ പോകണ്ട, കണ്ട ആൾക്കാരുടെ കാര്യത്തിൽ അഭിപ്രായവും പറയാൻ വേണ്ടി പോകണ്ട, അവരുടെ വഴിക്ക് വിടുക. ചീത്ത വിളിക്കുന്ന ആൾക്കാർ മേ ബി വേറെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് ഈ ടീമുകൾ റിപ്ലൈ വീഡിയോ എന്നൊക്കെ പറഞ്ഞിടുമായിരിക്കും. അതും നിങ്ങളവിടെ പോയിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതും കൊണ്ട് ലാഭമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ കണ്ടിരിക്കുക എന്ന് മാത്രം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു,
ഈ ഫാമിലി വ്ളോഗ് മോശമാണ് അല്ലെങ്കിൽ ഇത് കാണരുത്. ഞാൻ പൊതുവേ പറയണം, ഇവരുടെ കേസ് മാത്രമല്ല കേട്ടോ, ഇത് ഇവരുടെ ഫാമിലി വ്ളോഗാണോ എനിക്കറിയില്ല. ഓ മാൻ, ഇത് ഫാമിലി വ്ളോഗാണോ? എന്താണെങ്കിലും ഫാമിലി വ്ളോഗാണെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ഐ എം റിപ്പീറ്റഡ്ലി സേയിങ് ദിസ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ, കണ്ടോ, ഒരു കുഴപ്പമില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്കൊരു താല്പര്യക്കുറവാ തോന്നുന്നേ ഈ ഫാമിലി വ്ളോഗ്, അതെ ഏതവരുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യക്കുറവാ തോന്നുന്നേ, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട്, നിങ്ങൾക്ക് വിയോജിപ്പ് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം കളയരുത്. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും നിങ്ങൾ സമയം കളയരുത്. ജസ്റ്റ് ലീവ് ഇറ്റ്. അവരുടെ വഴിക്കും വിടുക, നമ്മളെ വഴിക്കും പോവുക എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് എടുക്കുന്നതാണ് ഉചിതമായ കാര്യം എന്ന് ഞാൻ പറയും. മനസ്സിലായ? പിന്നെ എപ്പോഴും ഫാമിലി എന്ന് പറയുന്നത് അത് പ്രേക്ഷകൻ കൺസേൺ ചെയ്യേണ്ട കാര്യമാണ്. കൺസേൺ ആവേണ്ട കാര്യമാണ്. കുടുംബം, നമുക്ക് നമ്മുടേതായ കുടുംബമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? നമ്മൾ ആ പരിപാടി നോക്കി പോവുക. സോഷ്യൽ മീഡിയയിലെ ആളുകൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ സന്തോഷം ദുഃഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഒരു പരിധി വരെയൊക്കെ അത് കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലുപരി അതിലേക്ക് കൂടുതൽ കൺസേൺഡായി, അതിലേക്ക് കൂടുതൽ കമ്മിറ്റഡായി, അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങളും അവരുടെ ഒരു ഭാഗമാണ്. അതേത് ഫാമിലി വ്ളോഗിൻ്റെ ഒക്കെ ആണെങ്കിലും നിങ്ങളും അവരുടെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പ്രേക്ഷകരെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ കോണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അത്രയേ ഉള്ളൂ. ആളുകളെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വേറെ മാറ്റർ. അതൊരു പ്രേക്ഷകൻ്റെ ആസ്വാദനവും ഇപ്പുറത്തിരിക്കണവൻ്റെ കണ്ടൻറ്റുമാണ്. അത്ര ഒരു ബന്ധം മാത്രമേ ഈ പറഞ്ഞ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും പ്രേക്ഷകരും തമ്മിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഭയങ്കര ആത്മബന്ധം അല്ലെങ്കിൽ ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതെന്തായാലും കോണ്ടൻറ് ക്രിയേറ്റേഴ്സിന് പ്രേക്ഷകരോടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അവർ കണ്ടന്റ് ഇട്ട് അവരുടെ പരിപാടിക്ക് പോവും. പക്ഷേ ഈ പ്രേക്ഷകർക്ക് കൂടുതലൊരു താല്പര്യവും കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റും വരുന്നുണ്ട്. അത് ആവരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സിൻസിയറായിട്ട് പറയുന്നതാണ്. അത് അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ ഒരു സംഭവം കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പരിധി പ്രേക്ഷകരും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ആണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അയ്യോ, ഞാനിപ്പോൾ സംസാരിച്ചത് വളരെ കോമൺ ആയിട്ടാട്ടോ. ഇപ്പോൾ ഇവരുടെ സംഭവം ഉള്ളിലേക്ക് ആഡ് ചെയ്തു എന്ന് മാത്രം, അവരുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ 12 മിനിറ്റ് വീഡിയോൻ്റെ അകത്ത് മൊത്തത്തിൽ ഞാൻ കോമൺ ആയിട്ട് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ, ഫാമിലി വ്ളോഗ്സ് ആൻഡ് അതിൻ്റെ പ്രേക്ഷകർ എന്നുള്ള രീതിയിലാണ് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. എടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർ എടുക്കുക, അല്ലാത്തൊരു തള്ളിക്കളയും. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3-4 കൊല്ലത്തോളമായി. ആദ്യകാലങ്ങളിൽ എനിക്ക് അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. ആ സമയത്ത് പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലുള്ള ഫാമിലിയെ കാണിക്കുക, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യേ, വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞ ഒരു കാര്യം, അന്ന് തന്നെ ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ, എന്നെ വിമർശിക്കുകയാണെങ്കിൽ വിമർശിച്ചോളൂ. എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ഇഷ്ടപ്പെടൂ അല്ലെങ്കിൽ കണ്ടൻറ്റ് നിങ്ങൾ വിമർശിക്കൂ, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഫാമിലിയെ പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വേറെ ലീഗാണ്. അത് അവരെയും ഇതിലേക്ക് പിടിച്ചിടേണ്ട കാര്യമില്ല, പ്രേക്ഷകരെയും അതിലേക്ക് അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എടുത്തിടാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്ത് മുമ്പോട്ട് പോയിക്കോട്ടെ. ബട്ട് അവരെ ക്രിട്ടിസൈസൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ഇനി ചെയ്തിട്ട് കാര്യമില്ല പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ. കാരണം അവരങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്, അത് കാണാനും ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, ഒരു പരിധി കീപ്പ് ചെയ്തിട്ട് വ്ളോഗ് കാണുക. ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി വ്ളോഗ്സ്, അത് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും എന്താണെങ്കിലും അവരുടെ പേഴ്സണൽ സ്റ്റഫാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് അവിടേക്ക് ഇൻവോൾവ് ആവാതിരിക്കുക, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവരുടെ കുട്ടി, അത് അവരുടെ കാര്യം, അവർ കുട്ടികൾക്ക് പേരിട്ടു. അത് ഭാവിയിൽ ബുള്ളിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ലയോ എന്നുള്ളതൊക്കെ
വേറെ മാറ്ററാണ്. അത് കുട്ടിയുടെ കൺസേണാണ്. അത് പേര് മാറ്റാതിരിക്കുകയൊക്കെ അത് പ്രായമാകുമ്പോൾ ചെയ്തോളും. പിന്നെ അത് അവരുടെ പാരൻസിൻ്റെ കൺസേണാണ്. അതിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ദുഃഖിച്ചുകൊണ്ട് അവർ ഇട്ട പേര് മാറ്റാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലാരിഫിക്കേഷനും എക്സ്പ്ലനേഷനൊക്കെ അവരുണ്ടാവും. പിന്നെ അതൊരു വീഡിയോ ആയി അത് കാണാൻ വേണ്ടി ആളുകൾക്ക് പോയിട്ട് സമയം കളയാമെന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്.